Meet the editors. ചോദ്യം ഇതാണ്: കൊടിയ കുംഭകോണം നമുക്ക് ആദ്യം ജസ്റ്റിസ് കെ എസ് പരിപൂർണൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ തുടങ്ങാം. എന്താണ് കെ എസ് പരിപൂർണൻ കമ്മീഷൻ ശബരിമലയിലെ ഈ വലിയ ക്രമക്കേടുകളെക്കുറിച്ച് 2007 സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്? പ്രേക്ഷകർ ഓർമ്മിക്കണം, അന്ന് UDF ഭരണകാലം കഴിഞ്ഞ് 2007 ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ ശബരിമലയിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് പരിപൂർണൻ കമ്മീഷൻ നിയോഗിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം അന്ന് പറഞ്ഞത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ്. അന്ന് UDF ഭരണകാലത്താണ് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ട് ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിന്റെ ക്രമക്കേടുകളാണ് അന്വേഷിച്ചതെങ്കിൽ ഇപ്പോഴും അതിൽ പറഞ്ഞ പലതും നടപ്പിലാക്കപ്പെടാതെ തുടരുന്നു എന്നതാണ് വാസ്തവം. കണ്ഠര് മോഹനർക്ക് വേദങ്ങളിലോ പൂജാവിധിയിലോ അറിവില്ല. ഓർമ്മിക്കണം, അന്ന് തന്ത്രി മോഹൻ കണ്ഠരായിരുന്നു പ്രതിസ്ഥാനത്ത്. ശോഭാ ജോൺ കേസിൽ, കുപ്രസിദ്ധമായ കേസിൽപ്പെട്ട് തന്ത്രി മോഹൻ കണ്ഠരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു. അതിനുശേഷം മോഹൻ കണ്ഠരെ തിരിച്ചെടുക്കണം എന്ന വിചിത്രമായ ഒരു ദേവപ്രശ്നം വരുന്നു. ഇവിടെ ജി പരിപൂർണൻ കണ്ഠര് മോഹനെ വിളിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, താങ്കൾക്ക് ഗായത്രി മന്ത്രം അറിയാമോ? അറിയില്ല. താങ്കൾക്ക് സംസ്കൃതത്തിൽ പരിജ്ഞാനമുണ്ടോ? ഇല്ല. താങ്കൾക്ക് വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എന്തെങ്കിലും പരിജ്ഞാനമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ തന്ത്രിയായി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ കൊടുത്തുള്ളൂ എന്നതാണ് പുറത്തു വന്ന വിവരം. അത് ഞാൻ താഴമൺ തന്ത്രി കുടുംബത്തിലെ അംഗമാണ്. അന്ന് മുതൽ ഈ തന്ത്രി പദവിക്ക് പുറത്താണ് മോഹൻ കണ്ഠര്. കണ്ഠര് മോഹനർക്ക് വേദങ്ങളിലോ പൂജാവിധിയിലോ ഒരറിവുമില്ല. ബോർഡിലെ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു. ഇപ്പോഴും പല ഘട്ടങ്ങളിലും ഇത്തരം റിപ്പോർട്ടുകൾ വരാറുണ്ട്. വിജിലൻസ് റിപ്പോർട്ടുകളും നമ്മൾ കാണുന്നു. നിയമനങ്ങൾ, സ്ഥലം മാറ്റം, ശർക്കര കരാർ, തേങ്ങലേലം എന്നിവയിൽ ക്രമക്കേടുണ്ട് എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട നിഗമനം. ഓർമ്മിക്കണം, അത് UDF കാലത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ചും അതിന് തൊട്ടു മുമ്പുള്ള ദേവസ്വം ബോർഡുകളെ കുറിച്ചുമുള്ളതായിരുന്നു. 79 ശുപാർശകൾ പരിപൂർണൻ കമ്മീഷനിലുണ്ടായിരുന്നു. ഏറ്റവും നിർണായകമായത്, നടപ്പിലാക്കാതെ പോയത് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങളിലൊന്ന് രാഷ്ട്രീയം ഒഴിവാക്കി ബോർഡ് പുനഃസംഘടിപ്പിക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ജയകുമാറിനെ നിയമിച്ചു. എന്നാൽ അതിനു മുമ്പുള്ള നിയമനങ്ങൾ നോക്കൂ, എല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുമായി കൂറുള്ളവരായിരുന്നു. ഒരിടത്ത് പ്രയാർ ഗോപാലകൃഷ്ണനാണെങ്കിൽ മറ്റൊരിടത്ത് പത്മകുമാർ, ഒരിടത്ത് വാസു ആണെങ്കിൽ മറ്റൊരിടത്ത് G രാമൻ നായർ. നിയമനങ്ങൾക്ക് റിട്ടയർഡ് ജഡ്ജി ചെയർമാനായ ഒരു പ്രത്യേക ബോർഡ് വേണം, ശബരിമല മേൽനോട്ടത്തിന് പ്രത്യേക കമ്മിറ്റി വേണം തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഇവിടെയാണ് സ്മൃതി ഒരു സംശയം ഉണ്ടാവുന്നത്. അന്ന് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ റിപ്പോർട്ട് തുടർന്നു വന്ന സർക്കാരുകൾ ഗൗരവപൂർവ്വം പരിശോധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ കൊടി അഴിമതിയിലേക്ക്, അത് കൊടിമരത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ദ്വാരപാലക ശില്പപാളികളുടെ കാര്യത്തിലാവട്ടെ, UDFൻ്റെയോ LDFൻ്റെയോ കാലത്തുള്ള ദേവസ്വം ബോർഡുകളാവട്ടെ, അതിനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. ഈ പരിപൂർണൻ കമ്മീഷൻ റിപ്പോർട്ടിനെയൊക്കെ തുടർന്ന് വന്ന സർക്കാരുകൾ അവഗണിച്ചതല്ലേ യഥാർത്ഥത്തിൽ ഈ കൊടിയ കുംഭകോണങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ടാവുക? സ്മൃതി, ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതൊക്കെ തരത്തിൽ ആരൊക്കെ ചേർന്നിട്ടാണ് എന്നതിൻ്റെ പുതിയ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്ത്രിയാണ് ഇതിൻ്റെ യഥാർത്ഥ സൂത്രധാരൻ എന്നതിലേക്ക് പല വിവരങ്ങളായി പുറത്തു വരികയാണ്. തന്ത്രി എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിലെ ഈ കൊടിമരത്തിന്, നമ്മൾ ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്ന് പറയുന്നത് കൊടിമരമാണല്ലോ. കൊടിമരത്തിന് കേടുപാടുകളുണ്ട് എന്ന് പറയുമ്പോൾ അത് 400 വർഷം വരെ നിൽക്കാവുന്ന രൂപത്തിലുള്ള തേക്കാണ് എന്നാണ് ആദ്യം തന്നെ അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് 47 വർഷമാകുമ്പോഴേക്കും അത് കേടുവരുന്നത് എന്നുള്ളതാണ്. അത് കോൺക്രീറ്റിൻ്റെ സ്ലാബുകളൊക്കെ ഇളകി അതിൻ്റെ കമ്പികളൊക്കെ പുറത്തേക്ക് വന്നു എന്നൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് അവിടെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി കോടതിയുടെ നിരീക്ഷണത്തിൽ ഇപ്പോൾ ഇവിടെ ഈ അന്വേഷണം നടക്കുമ്പോൾ കോടതിയുടെ തന്നെ ഭാഗമായിരിക്കുന്ന അമിക്കസ് ക്യൂറി ASP കുറുപ്പും ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വരേണ്ട രൂപത്തിൽ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണ് അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ആ വാജിവാഹനം കൈമാറുന്നത്. വാജിവാഹനം ആ രൂപത്തിൽ കൈമാറിക്കൂടാ എന്ന് തന്നെ കൃത്യമായി അതിൻ്റെ എന്താ പറയുക ചട്ടങ്ങളിൽ പറയുന്നുണ്ട്. ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ വാജിവാഹനം ഉരുക്കി, ആ ലോഹം ഉരുക്കിയ ശേഷമാണ് തന്ത്രിക്ക് കൈമാറേണ്ടത്. പറഞ്ഞ ആ ഭാഗത്ത്, അതായത് ഈ എന്തുകൊണ്ട് വാജിവാഹനം കൊടുക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചുള്ള ആ ഉത്തരവ് നമുക്കത് പ്രേക്ഷകരെ ഒന്ന് കാണാം. 2012 ദേവസ്വം കമ്മീഷന്റെ ഉത്തരവാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. നോക്കൂ, വളരെ കൃത്യമായി 2012 ദേവസ്വം കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നത് എന്താണ്?
ക്ഷേത്രങ്ങളിൽ ദേവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോരുന്നവയും അങ്ങനെ അല്ലാത്തവയുമായ ഭൗതിക വസ്തുക്കൾ കേടുപാടുകൾ ഉണ്ടാകുമ്പോഴോ ഉയർന്ന നിലവാരത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോഴോ നിലവിലുള്ളവ ഉപയോഗിക്കാറുണ്ട്. ഇക്കാര്യം സംബന്ധിച്ച് പൂർവ്വകാല നടപടിക്രമങ്ങൾ എന്തുതന്നെയായാലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പൊതുസ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതാണ്. സ്മൃതി അഡ്വക്കേഷൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദേവചൈതന്യം സംക്രമിക്കപ്പെട്ട് ആചരിച്ചു പോരുന്നവയാണോ വാജിവാഹനം എന്നുള്ളതാണ് ചോദ്യം. അബ്സല്യൂട്ട്ലി 100% അങ്ങനെ തന്നെ നമുക്ക് പറയാം. കാരണം ഉത്സവം തുടങ്ങുന്ന സമയം മുതൽ ആറാട്ട് വരെ ദേവൻ ഇരിക്കുന്ന വാഹനമാണ് ഈ വാജിവാഹനം. അപ്പോൾ ദേവചൈതന്യം സംക്രമിക്കപ്പെട്ട വസ്തുവാണ്, ഭൗതിക വസ്തുവാണ് ഈ വാജിവാഹനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വാജിവാഹനം പൊതുസ്വത്തായതിനാൽ ദേവസ്വത്തിന്റെ സ്വത്തായി തന്നെ നിലനിർത്തേണ്ടതാണ് എന്നുള്ളതാണ് കൃത്യമായ ഉത്തരവ്. അത് 2012 ഉത്തരവാണ്. 2012 ദേവസ്വം കമ്മീഷന് ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം ഇങ്ങനെയൊരു ഉത്തരവ് പറഞ്ഞിരിക്കെ 2017 കൊടിമരം മാറ്റുന്ന സമയത്ത് ഈ അഷ്ടദിക്പാലകരെയും ഇപ്പോൾ കാണുന്ന ഈ നമ്മളുടെ വാജിവാഹനവും എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് മാറ്റിയത് ആരാണ്? അത് കൊടുത്തതാർക്കാണ്? അത് കൊടുത്തത് കണ്ഠര് രാജീവർക്ക്. കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും ചേർന്ന് ആവശ്യപ്പെട്ടത് തന്ത്രിയാണ്. അതെ, തന്ത്രി ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് UDFന്റെ കാലത്ത് അന്ന് നിയമിതമാണ്. അതിന് കൂടെ രാഘവനും ഉണ്ട് കേട്ടോ. നമ്മൾ ഇവർ രണ്ടുപേരുടെ മാത്രം പേര് പറഞ്ഞാൽ പോരാ. അന്ന് ഇടതുപക്ഷത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗമായിരുന്ന രാഘവൻ, അജയ് തറയിൽ UDFിലെ അന്നത്തെ അംഗം, അതേപോലെ പ്രയാർ ഗോപാലകൃഷ്ണൻ UDFന്റെ കാലത്ത് നിയമിതനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അഡ്വക്കേഷൻ ഉത്തരവ് വളരെ കൃത്യമായിരിക്കെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിന് ഇത് കൊടുക്കാൻ കഴിയുക? ഇന്ന് നമ്മൾ അജയ് തറയിലൂടെ സ്മൃതി പരുത്തിക്കാട് ചോദിക്കുമ്പോൾ അജയ് തറയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഉരുണ്ട് കളിക്കുകയാണ്. അജയ് തറയിൽ പറയുന്നു, അങ്ങനെ ഒരു ഉത്തരവിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അത് എങ്ങനെയാണ് പറയാൻ പറ്റുക? പത്മകുമാറിന് എങ്ങനെ പറഞ്ഞുകൂടെ? പത്മകുമാറിന് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ അത് സ്വർണം പൂശിയതായിരുന്നില്ല എന്ന്, അല്ലെങ്കിൽ പൂശിയതാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പത്മകുമാറിനെ നമ്മൾ കുറ്റവിമുക്തനാവുക? പത്മകുമാറിനെ തനിക്കറിയാത്തൊരു കാര്യത്തിൻ്റെ പുറത്ത് കുറ്റക്കാരനാക്കുകയും അജയ് തറയിൽ ആ പരിരക്ഷ കൊടുക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടോ ഇവിടെ ആൻഡോ? അല്ല, ഈ ശബരിമലയിൽ നിന്ന് എന്ത് അഴിച്ചു മാറ്റിയാലും അവിടുന്ന് എടുത്തു മാറ്റിയാലും അത് പോയിരിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഈ ദേവസ്വം സ്ട്രോങ് റൂമിലാണ്. അപ്പം ഈ പറഞ്ഞ വാജിവാഹനായാലും അഷ്ടദിക്പാലരുടെ ശില്പങ്ങളായാലും അവിടുന്ന് പറകളായാലും ഈ പറയുന്ന അതിന് മറിച്ച സ്വർണ്ണമായാലും മണികളായാലും എല്ലാം ഇരിക്കേണ്ടത് സ്ട്രോങ് റൂമിലാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു തന്ത്രിയുടെ മേൽനോട്ടത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ആ പ്ലാൻ തയ്യാറാക്കി അതിന് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നു. എന്നിട്ട് ആ സാധനം എടുത്തിട്ട് ആർക്ക് കൊടുക്കുകയാണ്? എനിക്ക് തന്നുള്ളത് എനിക്ക് അവകാശപ്പെട്ടാണെന്ന് പറയുന്നു. അവകാശപ്പെട്ടാണെന്ന് പറയുമ്പോൾ വേറെ ഒരു രേഖകളും നോക്കുന്നില്ല, നേരെ എടുത്ത് തന്ത്രിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയല്ലേ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സമയത്ത് സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ കണ്ഠര് രാജീവർ തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇപ്പം ഇത്രയും നാൾ നമ്മൾ പറയുന്നത് എന്താണ്? 400 വർഷത്തിലധികം നിൽക്കാൻ പറ്റിയ ഒരു കൊടിമരം 45 വർഷം കൊണ്ട് മാറ്റുകയാണ്. എന്താണ് അപ്പം പറയുന്നില്ല, കോൺക്രീറ്റിലുണ്ടാക്കിയ കൊടിമരമാണ്. അപ്പോൾ കോൺക്രീറ്റിലുണ്ടാക്കിയ കൊടിമരത്തിൻ്റെ അടിഭാഗം നമ്മൾ കാണുന്നുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. ക്ലാരിറ്റിയോടുകൂടി വിഷ്വൽസ് ഉണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല. ആ സാധനമാണ് എടുത്തിട്ട് ഈ പറയുന്ന പൊളിച്ചിട്ട് പുതിയ കൊടിമരം സ്ഥാപിക്കുക. അപ്പോൾ എന്താ അതിൻ്റെ ലക്ഷ്യം? ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർണ്ണം അടിച്ചു മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വലിയ വാല്യൂ ആണ്. അയ്യപ്പനിരുന്ന വാജിവാഹനാണ്. അയ്യപ്പനിരുന്ന വാജിവാഹനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എന്താണ്? ഈ പറഞ്ഞ ആറാട്ട് തുടങ്ങി ഈ പറഞ്ഞ ഉത്സവം തുടങ്ങി ആറാട്ട് വരെയുള്ള സമയങ്ങളിൽ മുഴുവൻ അയ്യപ്പനിരിക്കുന്ന വാജിവാഹനത്തിൻ്റെ മുകളിലാണ്. ആ ക്ഷേത്രത്തിൻ്റെ അകത്തില്ല ആ സമയത്ത്. അപ്പോൾ ആ വാജിവാഹനം ഇത് കൊടുക്കുന്ന സമയത്ത് ഒന്നും രേഖയുണ്ട് എന്നുള്ളതാണ്. ഒരു സാധനവും കൈമാറരുത് എന്ന് രേഖ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം ഈ പറയുന്ന എന്താണ് ഈ ദേവസ്വം ബോർഡിൻ്റെ സ്വത്താണ് എന്നിരിക്കുന്ന സമയത്താണ് ഇതെടുത്ത് അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇന്ന് നമ്മൾ പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വിവരമാണ്. ഈ കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത്, ധ്വജപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത്, അഥവാ ധ്വജ പുനഃപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത്, ഇതാണ് അതിന് മുമ്പുള്ള 18-ാം പടിയിൽ മഞ്ജലോഹം പതിയുന്ന ചിത്രങ്ങളാണ്. ഇതാണ് ധ്വജപ്രതിഷ്ഠ സമയത്തുള്ള ദൃശ്യങ്ങൾ. അഷ്ടദീപാലകരെ മാറ്റുന്നു, അതിനുശേഷം നടക്കുന്ന ദൃശ്യങ്ങളാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്പോൺസർ ഉണ്ടായിരുന്നു, ഫോണിക്സ് ഗ്രൂപ്പ് എന്നുള്ളതായിരുന്നു. ഈ സ്പോൺസർ ഫോണിക്സ് ഗ്രൂപ്പാണ് 3,20,00,000-ലധികം തുക ഈ കൊടിമരത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചത്. ആ ഫോണിക്സ് ഗ്രൂപ്പ്സ് നൽകിയ കണക്കിനെ കുറിച്ച് ഈ ധ്വജപ്രതിഷ്ഠാ ഗ്രന്ഥം പറയുന്നുണ്ട്. ആ ഫോണിക്സിൻ്റെ MD കുറിച്ച് ആ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഗോപികൃഷ്ണ പതിബന്ധ CMD ഫോണിക്സ് ഗ്രൂപ്പ്. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഞാനിത് വായിക്കാം. ധ്വജപ്രതിഷ്ഠാ ഗ്രന്ഥമാണ്, അതായത് കൊടിമര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അന്ന് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഗ്രന്ഥത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊരിടത്ത് പറയുന്നു,
പണം മുടക്കിയാൽ 10 ഇരട്ടി പ്രചരണം നടത്തുന്ന സ്പോൺസർമാരുടെ കാലത്ത് താൻ അതിനായി മുടക്കിയ കോടികളുടെ കണക്ക് ഒരിടത്തും പറയാതെ, ഒരു മാധ്യമ പബ്ലിസിറ്റിക്കും ശ്രമിക്കാതെ, ഭഗവാന്റെ ഏതൊരു ഭക്തനെയും പോലെ ഭഗവാന്റെ മുമ്പിൽ ആയിരങ്ങളിൽ ഒരുവരായി തൊഴുതു നിൽക്കുക മാത്രം ചെയ്തതാണ് ഈ ഗോപികൃഷ്ണ പ്രതിബന്ധവും ഒപ്പം തന്നെ ഫോണിക്സ് ഗ്രൂപ്പിലെ മറ്റൊരു സഹോദരനും. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കൂ, ഇന്നത്തെ കാലത്ത് നാലാൾ തങ്ങളുടെ പ്രൗഢി അറിയാൻ ക്ഷേത്രങ്ങളിലേക്ക് എന്തെങ്കിലും സ്പോൺസർ ചെയ്തിട്ട് വലിയ അക്ഷരത്തിൽ ആ മഹനീയത എഴുതി വെച്ച് തൃപ്തിയാകുന്നത് പോലെ ഇടയിൽ വേറിട്ട അനുഭവമാണ് ഈ സഹോദരങ്ങൾ. ഭഗവാന്റെ സ്വർണ്ണധ്വജത്തിന് ആവശ്യമായ കോടിക്കണക്കിന് തുക ഇരുചെവി അറിയാതെ വഴിപാടെന്നപ്പോൾ ചിലവഴിച്ച ഫോണിക്സ് ഗ്രൂപ്പ് ഭഗവാന്റെ ഭക്തസാന്നിധ്യങ്ങളിൽ ഫോണിക്സ് ഗ്രൂപ്പ് ഉടമകളെക്കാൾ കേമന്മാരായ ധനാഢ്യനുണ്ടായേക്കാം. എന്നാൽ അവരിൽ സന്നദ്ധരായി വരുന്നവരിൽ നിന്ന് ആരാണ് ഇതിന് പണം മുടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫോണിക്സ് മാത്രമല്ല, മറ്റ് ധനാഢ്യന്മാരും അവിടെയുള്ള ഭക്തജനങ്ങളും ഈ കുടത്തിൽ വരെ സ്വർണവും വെള്ളിയും ഈ പണവും നിക്ഷേപിച്ചിരുന്നു. എന്നാൽ നോക്കൂ, നമ്മൾക്ക് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടിൽ ഫിനിക്സ് ഗ്രൂപ്പിൻ്റെതായിട്ട് കൊടുത്തിരിക്കുന്ന പണത്തെക്കുറിച്ച് മാത്രമേ സൂചനയുള്ളൂ. ഈ പിരിച്ച പണത്തെക്കുറിച്ച് ഒരു കണക്കുമില്ല എന്നുള്ളതാണ്. പിയാസുനിൽ ഇവിടെയാണ് ഒരു സംശയം ഉണ്ടാവുന്നത്. 3,20,00,000 രൂപ ഫോണിക്സ് ഗ്രൂപ്പ് പിരിച്ചു കൊടുത്തത് രേഖകളിൽ കാണുന്നു. എന്നാൽ ഇതിനോടനുബന്ധിച്ച് നടന്ന വലിയ പിരിവ് അതിൽ സിനിമാ താരങ്ങൾ കൊടുത്തിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കളും വ്യവസായ പ്രമുഖരും കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ചൊരു രേഖയുമില്ല. ഇപ്പോൾ പുറത്തു വന്ന സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ കുംഭകോണത്തിൻ്റെ കഥയാണോ നമ്മൾ കൊടിമരത്തിൻ്റെ അല്ലെങ്കിൽ ധ്വജ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട്, വാജിവാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട്, അഷ്ടദിക്പാലകരുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിയാസുനിൽ ഈ 2.5 കോടിയിലധികം രൂപ പുറത്ത് പിരിച്ചു എന്നാണ് പറയുന്നത്. ഈ ഫോണിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 3,20,30,000 രൂപയാണ് ദേവസ്വത്തിൻ്റെ അക്കൗണ്ടിലിട്ടത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഈ കൊടിമരം നിർമ്മിച്ചു കഴിഞ്ഞ ശേഷം കുറേ പൈസ ബാക്കി വന്നു. ആ പൈസ ഏതാണ്ട് 13 ലക്ഷത്തോളം രൂപയാണ്. അതിൽ 10 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് അഡ്വാൻസ് കൊടുത്തിരുന്നു കൊടിമരം നിർമ്മിക്കുന്നതിനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള പൈസ കൂടി ദേവസ്വം അക്കൗണ്ടിലേക്ക് ഇടണം എന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്താണ് പുറത്തുപോയി പൈസ പിരിച്ചിരിക്കുന്നത്. അതാണ് അരുൺ പറഞ്ഞതുപോലെ തന്നെ സിനിമാ നടന്മാരുടെ കയ്യിൽ നിന്നടക്കം പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പൈസ പിരിക്കാൻ നേതൃത്വം നൽകിയവരാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രതിനിധികളൊക്കെ തന്നെ. അപ്പോൾ ഇതൊരു വലിയ മാഫിയാണ്. ഇത് ശബരിമല എന്ന് പറയുന്നത് ആരുടെയൊക്കെയോ ഒരു പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു യഥാർത്ഥത്തിൽ. അതാണ് ഇപ്പോൾ പിടിക്കപ്പെടുന്നത്. അത് എത്രത്തോളം പോകുമെന്നും നമുക്കറിയില്ല. പക്ഷേ ഓരോ ദിവസവും പുറത്തു വരുന്ന കഥകൾ കേൾക്കുമ്പോൾ ഞെട്ടുവാണ് നമ്മൾ. കാരണം ഒരു കാര്യവുമില്ലാതെ ശബരിമലയിലെ ഒരു കൊടിമരം അങ്ങ് മാറ്റി സ്ഥാപിക്കുകയാണ്. ഇനി അവിടെ എന്തൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നത് ഇനി അന്വേഷിക്കണം. അപ്പോൾ ഒരു കോൺക്രീറ്റ് പാളിയിൽ ഒരു സാമാന്യമായി ഒരു മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിവരമെങ്കിലും വേണ്ടേ? ഒരു കോൺക്രീറ്റ് ഉറുമ്പരിച്ചു പോയെന്ന് പറയുകയാണ്. ഒരു കോൺക്രീറ്റ്, അത് നമുക്ക് തന്നെ ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എത്രത്തോളം സ്ട്രോങ് ആണ് അതിൻ്റെ ഒരു ഭാഗങ്ങളെന്ന് നമുക്ക് നോക്കിയാൽ വളരെ കൃത്യമായി മനസ്സിലാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൊടിമരം മാറ്റുകയാണ്. അതിനുവേണ്ടി അവിടെ ഒരു ദേവപ്രശ്നം വയ്ക്കുന്നു, ഉടൻ തന്നെ കൊടിമരം മാറ്റുന്നു, പൈസ പിരിക്കുന്നു, സ്പോൺസേഴ്സ് വരുന്നു. അപ്പോൾ ഇതിങ്ങനെ ശബരിമലയിൽ കാലാകാലങ്ങളായി തുടരുന്ന വലിയ തട്ടിപ്പിൻ്റെ മറ്റൊരു രൂപമാണ് ഈ കൊടിമരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിങ്ങനെ തന്ത്രി എന്ന് പറയുന്ന ഒരാൾ ശബരിമലയുടെ രാജാവായിരിക്കുന്നു. തന്ത്രിയെ ആ ഒരു മാഫിയ സംഘത്തിൻ്റെ രാജാവ്, തന്ത്രിയുടെ സേവകരായി ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി ഒരു വലിയ കൂട്ടുകച്ചവടമായിരുന്നു യഥാർത്ഥത്തിൽ ശബരിമലയിൽ നടന്നത്. Meet the editors.